Hey guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫക്ട്സ് ആണ്. ആൻഡ് ഇത് നമുക്ക് ഈസി ആയിട്ട് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഈ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രം മതി. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മാസ്കിങ്, കീ ഫ്രെയിമിങ്, സൈബർ എഫക്റ്റ്, ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടൊരു ഐഡിയ അല്ലെങ്കിൽ ലോജിക്ക് മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഈ ഇഫക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വീഡിയോ യൂസ് ചെയ്ത് പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയുടെ വേണ്ട പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു 6 സെക്കൻഡ്സേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഞാൻ കട്ട് ചെയ്യുവാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്ത് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുവാണ്. സോ നമുക്ക് റൈറ്റ് സൈഡ് ട്രിം ചെയ്ത് കളയാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നിടത്ത് കൊണ്ടുവെക്കാം. ഇവിടെ നമ്മൾ ഈ ബോർഡ് കട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് വീഡിയോയിൽ നിന്ന് വരുന്ന രീതിയിൽ ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഈ വീഡിയോയിൽ നിന്നും ബോർഡ് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഇവിടം തൊട്ട് മതി, ബിക്കോസ് ഇവിടം തൊട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലെയർ ബോർഡേ വരും. അത് കുറച്ച് ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടുന്ന് ട്രിം ചെയ്തെടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം. ദെൻ നമുക്ക് ആദ്യത്തെ ഫ്രെയിം മാത്രം ഫ്രീസ് ചെയ്തെടുക്കണം. സോ ഞാൻ പ്ലേ ഹെഡ് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് വീഡിയോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്, Ctrl+D. എന്നിട്ട് ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഫസ്റ്റ് ഫ്രെയിം ഫ്രീസ് ചെയ്യണം. സോ ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ടൈം, ഫ്രീസ് ഫ്രെയിം സെലക്ട് ചെയ്യാം. സോ ഫ്രെയിം ഇവിടെ ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയർ മുന്നിലോട്ട് കയറ്റി വെക്കാം. എന്നിട്ട് സെക്കൻഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബോർഡ് മാത്രം മാസ്ക് ചെയ്തെടുക്കണം. സോ ലെയർ സെലക്ട് ചെയ്തിട്ട് പെൻ ടൂൾ എടുക്കാം. എന്നിട്ട് ബോർഡ് മാസ്ക് ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾ മാസ്ക് ചെയ്യുമ്പോൾ അത്ര ആക്യുറേറ്റ് ആയിട്ട് മാസ്ക് ചെയ്യണമെന്നൊന്നുമില്ല, ബിക്കോസ് നമ്മൾ സൈബർ എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മാസ്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ സൈബർ ആഡ് ചെയ്യുമ്പോഴത്തേന് അത് കവർ ചെയ്ത് പൊക്കോളും. ആൻഡ് നിങ്ങൾ നല്ല രീതിയിൽ മാസ്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ആൻഡ് ഞാൻ ഇവിടെ ബോർഡ് മാത്രം മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യണം. ആൻഡ് അതിന് മുമ്പ് നമുക്ക് ഈ ലെയർ ഒന്ന് 3D ആക്കാം. സോ നമുക്ക് 3 ആക്സിസിലും ലെയർ ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ പൊസിഷനും ഓറിയൻറ്റേഷനും ലോക്ക് ചെയ്യണം. അതായത് കീ ഫ്രെയിം ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ലെയറിൻ്റെ ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പൊസിഷനിലും ഓറിയൻറ്റേഷനിലും ഓരോ കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റിയിട്ട് നമുക്ക് പൊസിഷനും ഓറിയൻറ്റേഷനും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചുമ്മാ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുവാണ്. എന്നിട്ട് പൊസിഷൻ നമുക്കിങ്ങനെ പുറത്തേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ. ഓക്കെ, ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആകാൻ വേണ്ടി നമുക്ക് കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം, ECC ചെയ്യാൻ വേണ്ടി. ദെൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്യാം. അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഗ്രാഫ് എഡിറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യാം. ആൻഡ് അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സൈബർ എഫക്റ്റ് ആണ്. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൈബർ പ്ലഗിൻ ആവശ്യമുണ്ട്. ആൻഡ് സൈബർ ഒരു ഫ്രീ പ്ലഗിനാണ്. ആഫ്റ്റർ എഫക്ട്സിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതല്ല. നമ്മൾ വീഡിയോ കോപ്പൈലറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. ആൻഡ് അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൈബർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മൾ സൈബർ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ ഇനി എഫക്റ്റ് കൺട്രോൾസിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള പ്രീസെറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ആൻഡ് ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്ലോ വേണമെങ്കിൽ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ദെൻ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഡിഫോൾട്ട് കളർ തന്നെ കൊടുക്കുവാണ്. ദെൻ ഗ്ലോയിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ സ്പ്രെഡ്, ബയാസ്, സൈസ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് ആക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാസ്കിലേക്ക് ഈ സൈബർ എഫക്റ്റ് കൊണ്ടുവരണം. അതിനുവേണ്ടി കസ്റ്റമൈസ് കോർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കോർ ടൈപ്പ് സൈബർ മാറ്റി ലെയർ മാസ്ക് സെലക്ട് ചെയ്യാം. ഇനി ഈ ബ്ലാക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് റെൻഡർ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കോമ്പോസിറ്റ് സെറ്റിംഗ്സിൽ ബ്ലാക്ക് മാറ്റി ആഡ് കൊടുക്കാം. സോ ആ ബ്ലാക്ക് റിമൂവ് ആയിട്ടുണ്ട്. ആൻഡ് എഫക്റ്റ് ലെയർ മാസ്കിലേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഫൈനലായിട്ട് ഇൻറ്റൻസിറ്റി, സ്പ്രെഡും സൈസൊക്കെ വീഡിയോയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലെയറിൽ മോഷൻ ബ്ലറോട് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോയിലും സൈബർ എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് മാസ്ക് ഓപ്പൺ ചെയ്യാം, M ആണ് ഷോർട്ട് കട്ട്. എന്നിട്ട് ഇവിടുന്ന് മാസ്ക് 1 കോപ്പി ചെയ്യാം, Ctrl+C. എന്നിട്ട് ഈ ലെയറിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യണം, ബിക്കോസ് ആ ഫ്രെയിമാണ് നമ്മൾ മാസ്ക് ചെയ്തത്. ഇനി നമുക്ക് തൽക്കാലത്തേക്ക് ഈ ബോർഡിൻ്റെ ലെയർ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ലെയറിലെ ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് Ctrl+V ഉപയോഗിച്ച് മാസ്ക് പേസ്റ്റ് ചെയ്യാം. സോ മാസ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാസ്ക് ട്രാക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് M പ്രസ് ചെയ്യാം. സോ മാസ്ക് ഭാഗത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ട്രാക്ക് മാസ്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് മുമ്പോട്ട് ട്രാക്ക് ചെയ്യാം. ആൻഡ് ട്രാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് മാസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ, ട്രാക്ക് ചെയ്ത് കഴിയുന്നോണം വരെ. ആൻഡ് ഇവിടെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ കഴിഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് പോസ് ചെയ്തതാണ്, ബിക്കോസ് എനിക്ക് ഇത്ര ആവശ്യമില്ല. എനിക്ക് ഏകദേശം ഇവിടം വരെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, Ctrl+D.
എന്നിട്ട് താഴത്തെ ലെയറിലെ മാസ്ക് ഡിലീറ്റ് ചെയ്യാം. അതിൽ നമുക്ക് മാസ്കിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഈ ലെയറിൽ വന്നിട്ട് ഇവിടുത്തെ സൈബർ കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, Ctrl+V. സോ രണ്ടാമത്തെ വീഡിയോയിലും സൈബർ അപ്ലൈ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സൈബർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണ്ട. സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി സൈബർ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്, കുറച്ച് മുമ്പ് പറയേണ്ടായിരുന്നു. സൈബർ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ട് ഓഫ്സെറ്റ് അല്ലെങ്കിൽ എൻഡ് ഓഫ്സെറ്റ് യൂസ് ചെയ്യാം. ആൻഡ് വേറൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് വീഡിയോയുടെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഈ ലെയർ നമുക്ക് ഇനി അൺഹൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പ്ലേ ഹെഡ് ഏകദേശം ഇവിടെ കൊണ്ടുവച്ചിട്ട് സ്റ്റാർട്ട് ഓഫ്സെറ്റിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. ഇനി കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂ 100 കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ സൈബർ ആനിമേറ്റ് ചെയ്ത് വരുന്നൊരു എഫക്റ്റ് കിട്ടും. ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോയിലും സൈബർ ആനിമേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ഓഫ്സെറ്റിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. എന്നിട്ട് കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂ 100 കൊടുക്കാം. ആൻഡ് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടിടുവാണ്. എന്നിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടടുത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഏതെല്ലാം പാർട്സ് വീഡിയോയിൽ ആനിമേറ്റ് ചെയ്ത് വരണം, ആ പാർട്സ് എല്ലാം നമുക്ക് മാസ്ക് ചെയ്തെടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ സെൻറ്റർ പോർഷനും റൈറ്റ് സൈഡിലെ റോഡും ലെഫ്റ്റ് സൈഡിലെ റോഡും ഇത് മൂന്നും ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇത് മൂന്നും ഞാൻ കട്ട് ചെയ്തെടുക്കണം. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ എലിപ്സ് ടൂൾ എടുത്തു. എന്നിട്ട് ഷിഫ്റ്റും കൺട്രോളും ഹോൾഡ് ചെയ്ത് നമുക്ക് സെൻറ്ററിൽ നിന്ന് ഡ്രാഗ് ചെയ്യാം. സോ നമുക്കൊരു പെർഫെക്റ്റ് സർക്കിളായിട്ട് മാസ്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ ലെയർ 2 തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. Ctrl+D എന്നിട്ട് റീനെയിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഈ വീഡിയോ സ്റ്റിൽ വീഡിയോ ആണ്, അതായത് ക്യാമറയ്ക്ക് മൂവ്മെൻ്റ് ഇല്ല. നിങ്ങൾ ക്യാമറയ്ക്ക് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിം ഫ്രീസ് ചെയ്യണം. എന്നിട്ട് ആ ഫ്രീസ് ചെയ്ത വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മാസ്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ റൈറ്റ് ലെയർ മാത്രം ഒന്ന് സോളോ ചെയ്തെടുക്കാം. ഇനി റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് സൈഡ് മാത്രം ഇങ്ങനെ മാസ്ക് ചെയ്തെടുക്കാം. ആൻഡ് ഈ വീഡിയോയിൽ നമുക്ക് സെൻറ്റർ പോർഷൻ വേണ്ട. സോ നമുക്ക് ഈ മാസ്ക് 2 സെലക്ട് ചെയ്തിട്ട് മാസ്ക് 1ൻ്റെ മുകളിൽ കൊണ്ടിടാം. മാസ്ക് 1 ഈ സർക്കിളാണ് ആൻഡ് മാസ്ക് 2 ഈ റെക്റ്റാങ്കിൾ ആണ്. ഇനി മാസ്ക് 1ൽ ഇവിടെ ആഡ് മാറ്റി ഇൻ്റർസെക്റ്റ് കൊടുക്കാം. സോ ഈ 2 മാസ്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയ മാത്രം വിസിബിൾ ആയിരിക്കും. ആൻഡ് നമുക്കിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. സോ ഇവിടെ ഇൻവേർട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ പോർഷന് മാസ്ക് ചെയ്തെടുക്കാം. ഞാൻ ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. എന്നിട്ട് ലെഫ്റ്റ് പോർഷൻ മാത്രം മാസ്ക് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് മാസ്ക് 2 മാസ്ക് 1 മുകളിൽ കൊണ്ടിടാം. എന്നിട്ട് മാസ്ക് 1ൻ്റെ ആഡ് മാറ്റി ഇൻ്റർസെക്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇൻവേർട്ട് ഓൺ ആക്കി കൊടുക്കാം. ആൻഡ് അങ്ങനെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ഇത് മൂന്നും മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ സിമ്പിളാണ്, നമുക്ക് വേണ്ട രീതിയിൽ ആനിമേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഞാൻ ഇവിടെ സെൻറ്ററാണ് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റി എന്നിട്ട് സെൻറ്ററിൻ്റെ സ്കെയിൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സ്കെയിലിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് ഞാൻ ഇവിടെ 110 കൊടുക്കുവാണ്. ഇനി പ്ലേ ഹെഡ് മുമ്പോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ആൻഡ് ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഞാനിവിടെ കീ ഫ്രെയിംസ് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം, ഈസി ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇവിടെ ഞാൻ കീ ഫ്രെയിംസ് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ ആനിമേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 2 മാസ്കും ഒന്ന് ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് 2 ഞാൻ പൊസിഷൻ യൂസ് ചെയ്തിട്ടാണ് ആനിമേറ്റ് ചെയ്യുന്നത്. ഒരെണ്ണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നതും ഒരെണ്ണം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും വരുന്ന രീതിയിൽ ഞാൻ ആനിമേറ്റ് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് കീ ഫ്രെയിംസ് ഈസി ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് കുറച്ചുകൂടെ ആനിമേഷൻ സ്മൂത്ത് ആക്കി എടുക്കാം. ആൻഡ് നമുക്ക് ലേയേഴ്സിൽ മോഷൻ ബ്ലറോട് ഇനേബിൾ ചെയ്യാം. എന്നിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സൈബർ എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ സൈബർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് ഈ സെൻറ്ററിലെ ലെയറിൽ മാത്രം ഒന്ന് ചെയ്ത് കാണിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ വീഡിയോ ഒന്ന് കോപ്പി ചെയ്യാം. ബിക്കോസ് നമ്മൾ ആ വീഡിയോയിൽ സെറ്റിംഗ്സ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് Ctrl+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ U പ്രസ് ചെയ്യാം. സോ നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം കാണാം. ഇനി നമ്മൾ കീ ഫ്രെയിം മാത്രം ആനിമേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ലെയർ മാസ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ട്രാൻസ്പെറൻറ്റ് ആക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ബാക്കി സെറ്റിംഗ്സ് എല്ലാം ഓക്കെയാണ്. നമുക്ക് മാറ്റി കൊടുക്കേണ്ടത് കീ ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇവിടെ തൽക്കാലം കീ ഫ്രെയിംസ് ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ഓഫ്സെറ്റിൻ്റെ വാല്യൂ 0 കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഞാൻ ഇവിടെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ് സ്റ്റാർട്ട് ഓഫ്സെറ്റിൽ. ഇനി കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 100 കൊടുക്കാം. എന്നിട്ട് കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം, ECC ചെയ്യാൻ വേണ്ടി. എന്നിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ 2 ട്രെൻഡിങ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാം, സ്പീഡ് റാമിംഗ് ആഡ് ചെയ്യാം, ഓവർലേസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ഇഫക്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കാം. ആൻഡ് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ബിൽഡിംഗ് ഗ്രോയിങ് ഇഫക്റ്റ്. ആൻഡ് ആ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ കണ്ടാൽ മതി. ആൻഡ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.